കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ ബ്ലാക്ക് ലോന്റെ വീഡിയോസ് ഇട്ടിട്ട് കുറച്ചധികം നാളായെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്നും എനിക്കറിയാം. സോ ആ ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടി ഞാൻ 4 ചാപ്റ്റേഴ്സിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. 4 ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോക്ക് ഒരു 850 ലൈക്സ് നമുക്ക് ടാർഗറ്റ് വെച്ചാലോ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നിങ്ങൾ നല്ല സപ്പോർട്ടാണെന്നും എനിക്കറിയാം. പിന്നെ കുറച്ചധികം കൂട്ടുകാരൊക്കെ ഇപ്പോഴും വീഡിയോ സബ് ചെയ്യാതാണ് കാണുന്നത്. സോ നിങ്ങൾ സബ് ചെയ്താലേ എനിക്കും കുറച്ചധികം മോട്ടിവേഷനും കിട്ടത്തുള്ളൂ. ഞാൻ വീഡിയോ ഇടാൻ നേരത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ. സോ ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്താൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആശ, നീ എന്തുവാണ് ഇവിടെ ചെയ്യുന്നത്? അതേസമയം ആശയുടെ യാമിയുടെ അച്ഛന്റെ ഒരു അറ്റാക്ക് ബാക്കിലേക്ക് ഡിഫ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് എന്തോ ട്രാൻസ്ഫോർമേഷൻ സ്പെല്ലാണെന്ന് തോന്നുന്നു. അത് എനിമിയുടെ സ്പെല്ലാകാനാണ് ചാൻസ് കൂടുതൽ. അത് കണ്ടിട്ട് ഈച്ചുകട ഏതോ റിലേറ്റീവ് ആയിട്ടും തോന്നുന്നുണ്ട് എനിക്ക്. അവൾ എന്തോ ഒരു ഇല്യൂഷന് പെട്ടിട്ടുണ്ട്. അതാണ് അവളുടെ സ്ഥിതി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നേർക്ക് നേർ നിന്നൊരു ഫൈറ്റ് ചെയ്ത ഈച്ചുകനെ ഒരിക്കലും ഇവന് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ മനുഷ്യരുടെ ഹൃദയമൊക്കെ വളരെയധികം വീക്കാണ്. ഇതെന്റെ സ്പെല്ലാണ്, അത് ഞാൻ ഉപയോഗിക്കുന്നു. അതിനെന്താണ് ഇവിടെ തെറ്റ്? നീ അവളെ കണ്ടായിരുന്നു? അവൾ അടിമുടി വെറുക്കുമായിരുന്നു. ഈ കൺട്രിയിലെ സ്ട്രോങ്ങസ്റ്റ് ആണെന്ന്. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്കൊന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഒരു ഉപയോഗം ഇല്ലാത്ത എന്തോ ഒരു ജീവനെ പോലെ. കണ്ടിട്ട് തന്നെ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു സാധനത്തിനെ പേടി കാണും. അതിന് നിനക്കും വലിയ കുറവൊന്നും കാണില്ലെന്ന് പറയുന്നത് ആസ്റ്റയുടെ രൂപം ആ ബൂഗിമാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരിക്കലും വിസാർഡ് കിങ് ആകാൻ സാധിക്കത്തില്ല. അതുകൊള്ളാം, നിനക്ക് നിന്നെ തന്നെയായിരുന്നു ഇത്ര പേടി. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ കൈ കൊണ്ട് തന്നെ ചാകാൻ നോക്ക്. എനിക്ക് യൂണിനോട് അത്രയും കഴിവൊന്നുമില്ല, എനിക്ക് അവന്റെ അത്രയും ടാലന്റ് ഒന്നുമില്ല, എനിക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ആസ്റ്റയുടെ അടുത്തേക്ക് പതുക്കെ ആ ഒരു ഷാഡോ നടന്നെടുക്കും. എന്നാൽ പെട്ടെന്ന് ആ ഒരു ജീവിയുടെ ശരീരം രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട്. ആസ്റ്റ ആ ഒരു ജീവിനെ രണ്ടായിട്ട് മുറിച്ചു കളഞ്ഞു. നിനക്കൊരു ചെറിയ തെറ്റുപറ്റി. ഞാൻ ഇവിടേക്ക് ഇപ്പൊ വന്നത് തന്നെ എന്റെ വീക്ക്നെസ്സിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ടാണ്. ആസ്റ്റയുടെ ഈ സംഭവം കണ്ട് ഈ ചുക ഞെട്ടി തരിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ യോസുക അവിടേക്ക് വരുന്നത്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, ആ ട്രെയിനിങ്ങിന്റെ ഇടയിൽ അവൻ അത് കണ്ടുപിടിച്ചു. അവൻ ആവശ്യമുള്ള അവന്റെ ഉത്തരം അവൻ തന്നെ കണ്ടുപിടിച്ചു. അതെ, എനിക്ക് അത്രയ്ക്ക് ടാലന്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റാരെക്കാട്ടും ഞാൻ സ്ട്രോങ്ങർ ആയി മാറണം. എനിക്ക് വിജയിക്കാൻ സാധിക്കണം, എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കണം, എനിക്ക് രക്ഷിക്കാൻ സാധിക്കും. ആരുടെങ്കിലും ഫ്രണ്ടിൽ തോറ്റു കഴിഞ്ഞാൽ അവരെ സർപ്പാസ് ചെയ്യണം, അവരെക്കാട്ട് സ്ട്രോങ്ങർ ആകണം. പിന്നെ ഒരിക്കലും ആ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഒരു വിസാർഡ് കിങ് ആണ് എനിക്കാകേണ്ടത്. പെട്ടെന്ന് അവന്റെ ഒരു കാര്യം മനസ്സിലായി, ആസ്റ്റ അപകടകാരിയാണെന്ന്. ഒട്ടനെ തന്നെ ആസ്റ്റനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. വളരെയധികം സ്പീഡിൽ പല ഡയറക്ഷനിലേക്ക് ചെന്ന് ആസ്റ്റനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനാണ് ആ ഒരു പലടിയും നോക്കുന്നത്. തന്റെ സോഡും പിടിച്ചുകൊണ്ട് ആസ്റ്റ ഒന്നും മിണ്ടാതെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കും. പുള്ളിക്കാനായിട്ട് ഇപ്പൊ ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്താൽ നീ ഇവിടെ തന്നെ മരിക്കും എന്ന് പറഞ്ഞിട്ട് ആസ്റ്റയുടെ നേരെ വരാൻ നേരത്ത് പെട്ടെന്ന് ആസ്റ്റ അവന്റെ നേരെ തിരിഞ്ഞു നോക്കും. എന്നിട്ട് ആസ്റ്റ പുള്ളിക്കാരനെ സെറ്റ് ആൻഡ് യൂസ് ചെയ്യും. ഇത് കാണാൻ നേരത്ത് ഈ ചിക്കൻ ഞെട്ടിപ്പോകും. അവനാകട്ടെ താഴെ വീണ് കിടക്കുകയും ചെയ്യും. ഇനിമയുടെ യൂറോക്ക് ചേഞ്ച് ആയി. അല്ല, അത് പഴയ പോലെയായി. അതെ, എനിക്ക് തോന്നുന്നത് അവനെ സ്ലാഷ് ചെയ്തത് ആ ഒരു പലഡിയൻ മാജിക് ആയിരിക്കുമെന്ന്. ഈ പൊട്ടം കിടന്ന് ഓവർ തിങ്ക് ചെയ്താണ് ഏറ്റവും വലിയ പ്രശ്നം. അവന്റെ ഇരിക്കുന്നത് ആന്റി മാജിക് അല്ലേ? അതിന് എല്ലാ മാജിക്കും ഇറേസ് ചെയ്യാൻ സാധിക്കും. അവന്റെ ആന്റി മാജിക് സെറ്റൻ യൂസ് ചെയ്ത് ഒരേ സമയത്ത് ഒരാളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സത്യം പറഞ്ഞാൽ ഈ ലോകത്തിന്റെ അൾട്ടിമേറ്റ് കൗണ്ടർ സ്ട്രൈക്ക് അവന്റേതാണ്. അപ്പൊ ആസ്റ്റർ നേരെ സിസ്റ്റർ ലിലിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, സിസ്റ്റർ, ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കും. ഐസുള്ള പവറുള്ള ഒരുത്തനില്ലേ, അവനായിട്ട് ആസ്റ്ററിനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. പെട്ടെന്ന് അവിടേക്ക് യോസുക കയറി വന്നിട്ട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇത് എന്റെ ഒരു സ്റ്റൈലല്ല, പക്ഷേ അവൻ ആ പെങ്കുച്ചുമായിട്ട് എന്തൊക്കെ തീർക്കാനുണ്ട് അത് അവരായിട്ട് തീർത്തോട്ടെ. തൽക്കാലം നിന്നെ ഞാൻ നോക്കാം. ആസ്റ്റ, നീ എന്താണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ കൺട്രിയിലുള്ളവർ എന്നെ രക്ഷിച്ചു. അത് മാത്രമല്ല, നിങ്ങളല്ലേ എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്? ഞാനോ? അല്ല ആസ്റ്റ, സോറി, പക്ഷെ അതല്ല സത്യം. ഞാൻ നിന്നെ കൊല്ലാൻ തന്നെയാണ് നോക്കിയതെന്ന് പറയാൻ നേരത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സിസ്റ്റർ, നിങ്ങൾ അവൻ കൺട്രോൾ ചെയ്യുമായിരിക്കും, പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്നെ കൊല്ലത്തില്ലെന്ന് പറയാൻ നേരത്ത് പുള്ളിക്കാരി ആസ്റ്റനെ അറ്റാക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ആരുടെയും കൺട്രോളിന്റെ ഉള്ളിലല്ല. നീ ജീവനോടെ ഇരിക്കുന്ന അത്രയും കാലം അത് ഞങ്ങൾക്കൊരു പ്രശ്നമാണ് ആസ്റ്റ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ മരിക്കാൻ നോക്ക്. സിസ്റ്റർ ചെയ്യുന്ന ഓരോ അറ്റാക്കും ആസ്റ്റ വളരെ സിമ്പിൾ ആയിട്ട് എന്നെ മുറിച്ച് മാറ്റുന്നുണ്ട്. സിസ്റ്റർ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോഴും വീണ്ടും തിരിച്ചു വന്നത്? നീ അവിടെ തന്നെ കിടന്ന് മരിച്ച പോരെന്ന്. എനിക്ക് ഇനി എന്തെങ്കിലും സ്ട്രോങ്ങർ ആയിട്ടുള്ള സ്പെൽ ഇവിടെ യൂസ് ചെയ്യണം. എന്നിട്ട് പുള്ളിക്കാരി സ്പേഷ്യലും വാട്ടർ മാജിക്കും കൂടെ യൂസ് ചെയ്ത് ഒരേപോലെ ഒരു കമ്പൈൻ അറ്റാക്ക് ചെയ്യും. അതായിട്ട് ആസ്റ്റ ജസ്റ്റ് ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. ആസ്റ്റ, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ മരിക്കണം എന്നൊക്കെ പറയുന്നിടത്ത് പുള്ളിക്കാരുടെ മനസ്സിൽ ആ കൊച്ചു ആസ്റ്റ ഓടി കളിക്കണ ഓർമ്മകളൊക്കെ വരും. ഇല്ല, ഞാൻ ഒരിക്കലും നിങ്ങൾ എന്നെ കൊല്ലാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആസ്റ്റ കിടന്ന് കാണുന്നുണ്ട്. ആസ്റ്റയുടെ പല ഓർമ്മകൾ സിസ്റ്ററിന്റെ മനസ്സിലേക്ക് പതുക്കെ വരാൻ തുടങ്ങും. പതുക്കെ പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല ആസ്റ്റ. യൂഷ്വലി ചിലപ്പോൾ പല മാറ്റങ്ങളും പുള്ളിക്കാരുടെ മനസ്സിലേക്ക് അടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്കിലും സിസ്റ്റർ ലില്ലി ഇപ്പോഴും ആ പഴയ സിസ്റ്റർ ലില്ലി തന്നെയാണ്. എടാ, നിനക്ക് എന്തുവാണ് വേണ്ടത്? സമാധാനമുള്ള ലോകമല്ലേ, അതല്ലേ ഞങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുന്നത്. അതിനുവേണ്ടി നീ എങ്ങനെയെങ്കിലും മരിക്കി, എനിക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടി. എന്നിട്ട് പുള്ളിക്കാരി ഒരു വൈഡ് റേഞ്ചുള്ള അറ്റാക്കും ചെയ്യുന്നുണ്ട്. ആസ്റ്റ അത് ഡോഡ് ചെയ്ത് മാറുന്നത് പുള്ളിക്കാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ആസ്റ്റ, ഞാൻ നിന്റെ കെഞ്ചി പറയുവാടാ, നീ ഒന്ന് മരിക്കി. പുള്ളിക്കാരുടെ അറ്റാക്ക് പതുക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന
നേരത്ത് നമ്മുടെ ആസ്റ്റ പറയുന്നുണ്ട്, ലൂഷ്യസ് ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടത്തില്ല, ഒരിക്കലും ഞാൻ നിന്നോട് ക്ഷമിക്കത്തില്ല. എന്നിട്ട് നമ്മുടെ സിസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ ആ പലഡിയൻ ഫോം പതുക്കെ പതുക്കെ പൊടിഞ്ഞ് ഇല്ലാണ്ടാകും. സിസ്റ്ററിനെ പിടിച്ചുകൊണ്ട് ആസ്റ്റ താഴത്തേക്ക് വഴിയുകയും ചെയ്യും. കരഞ്ഞുകൊണ്ട് ആസ്റ്റയുടെ കയ്യിൽ കിടന്നുകൊണ്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കുക ആസ്റ്റ, നിനക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ ഞാൻ നിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞില്ല. എനിക്കതൊന്നും കുഴപ്പമില്ല, അതൊന്നും ചിന്തിക്കേ വേണ്ട. ഞാൻ എന്ത് പാപിയാണ്, എത്ര പേരാണ് ഞാൻ കാരണം. ഈ ലോകത്ത് മാജിക് കൊണ്ടുള്ള ഡിസ്ക്രിമിനേഷൻ എന്നെ വളരെ വല്ലാണ്ട് അലട്ടി. അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ ചേർന്നത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോഴും അതിനൊരു മാറ്റം ഉണ്ടായില്ല. എനിക്ക് കുറെ പേരെ സഹായിക്കാൻ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറെ പേരെ കണ്ടുപിടിച്ചു, ഞാൻ സഹായിക്കാൻ ചെയ്തു. എന്നിട്ടും അവസാനം അതൊന്നും ഓർത്ത് വിഷമിക്കാണെന്നും പറഞ്ഞുകൊണ്ട് റിയു അവിടേക്ക് പതുക്കെ വരുന്നുണ്ട്. അവൻ നിന്നെ ഇപ്പൊ രക്ഷിച്ചതേ ഉള്ളല്ലോ, അത് മാത്രമല്ലാതെ ആ ഒരു കാരണം കൊണ്ട് അവനിപ്പോ കുറച്ചുകൂടെ ടഫറായിട്ട് മാറി. ഈ ഒരു സമയത്ത് അതുകൊണ്ട് ആ സ്റ്റൈലിൽ നിന്ന് പഠിക്കാൻ നോക്കൂ, അവനെ പോലെ ടഫർ ആകാൻ നോക്കൂ. പുള്ളിക്കാരി അപ്പൊ ആ സൈഡ് ആ കാര്യം പറയുന്നുണ്ട്. ഇനി വെറും 3 ദിവസം കൂടെ ഉള്ളു, 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ക്ലോവർ കിൻഡത്തിൽ ഒരു വലിയ യുദ്ധം തന്നെ സംഭവിക്കും. ലൂഷ്യസ് ആ ജഡ്ജ്മെന്റ് ഡേക്ക് മുമ്പ് വളരെയധികം സ്ട്രോങ്ങർ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ സോഗ്രറ്റി സിബ്ലിങ്സിന്റെ മാജിക് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പുള്ളിക്കാരൻ ഒരു ഫിനോമിനൽ പവർ തന്നെ ഗെയിൻ ചെയ്യാൻ നോക്കുവാണ്. ലൂഷ്യസിന് ഒരു മനുഷ്യന്റെ രൂപവും ഒരു മനുഷ്യന്റെ മനസ്സും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എന്നിനി ഒരു മനുഷ്യനെ വരെ നിർത്തി ക്രിയേറ്റ് ചെയ്തു, ഒന്നിൽ നിന്നുമല്ല ചുമ്മാ ക്രിയേറ്റ് ചെയ്തു. അത് ദൈവത്തിന്റെ തുല്യമായ പവേഴ്സാണ് ഇപ്പൊ അവന്റെ കയ്യിലുള്ളത്. അവൻ ആ ജഡ്ജ്മെന്റ് ഡേയിൽ ഈ ലോകത്തിനെ മുഴുവൻ കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി നോക്കുവാണ്. ഈ ലോകത്തിന്റെയോ? അതെ, ഈ ലോകത്തിന്റെ. എന്തിന് ഈ സ്ഥലം വരെ അവൻ കൺട്രോളിലാക്കും. ആസ്റ്റ എന്നോട് ക്ഷമിക്കൂ, എനിക്ക് എന്നെ കുറിച്ച് ഓർത്തിട്ട് നാണക്കേട് തോന്നുവാണ്. ഞാൻ ലൂഷ്യസിനെ സഹായിച്ചു, ഞാൻ ആ ഡ്രാഗനെ അവേക്കൺ ചെയ്തു. ഞാൻ കാരണം ഈ ഒരു അവസ്ഥ നോക്കിയേ, ഈ ഒരു കൺട്രിയുടെ അവസ്ഥ നോക്കിയേ. സിസ്റ്റർ, ഇത് നിങ്ങളുടെ ഫാൾട്ട് അല്ല, ഞാൻ ഒരിക്കലും അതിനെ അനുവദിക്കത്തുമില്ല, ഇത് അവന്റെ പ്രശ്നമാണ്. അതൊക്കെ സിസ്റ്റർ പുള്ളിക്കാരുടെ കണ്ണടക്കുവാണ്. പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കണ്ണടക്കുന്നതും. പുള്ളിക്കാരുടെ ബോധം കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അവൾ മരിച്ചിട്ടില്ല, പക്ഷേ ഇനി അവൾ എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ ലൂഷ്യസിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാം. എന്നിട്ട് ഫുമിട്ടോ പുള്ളിക്കാരെ റിക്കവർ മാജിക് യൂസ് ചെയ്ത് നമ്മുടെ സിസ്റ്റർ ലീലിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സിസ്റ്റർ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഉറപ്പായിട്ടും അവനെ വലിച്ച് താഴെ ഇട്ടിരിക്കും. അതിനു മുമ്പ് ആദ്യം ഇതുങ്ങളെല്ലാത്തിനും കൊല്ലട്ടെന്നും പറഞ്ഞുകൊണ്ട് ആസ്റ്റ ആ 5 ഡ്രാഗനെ നോക്കി നിൽക്കുവാണ്. പെട്ടെന്ന് അതിലൊരു ഡ്രാഗൻ നമ്മുടെ ആസ്റ്റനെ അറ്റാക്ക് ചെയ്യും. പുള്ളി അത് ഡോഡ്ജ് ചെയ്തിട്ട് ആ ഡ്രാഗന്റെ തല മുറിച്ച് കളയുകയും ചെയ്യും. അവിടുന്ന് തന്നെ മറ്റൊരു ഡ്രാഗന്റെ മേത്ത് കയറിയിട്ട് ആ ഡ്രാഗന്റെ തല മുറിച്ച് കളയുന്നുണ്ട്. പക്ഷേ അപ്പ ആസ്റ്റ ഞെട്ടിപ്പോകും. കാരണം ആ ഒരു ഗ്യാപ്പിൽ അത് റീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആന്റി മാജിക് കാരണം ആസ്റ്റയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇതുങ്ങളെ മുറിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും അവർ റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മറ്റൊരു സ്ഥലത്ത് ആ ഐസ് പാലഡിനുമായിട്ട് യൂസുക ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതുകൊള്ളാം, നിന്റെ പറച്ചിൽ കേട്ടപ്പോ ഞാൻ കുറെയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഇതൊന്നും ഇല്ലല്ലോ. നിന്റെ ഈ പൊട്ട ബുദ്ധി തോന്നിയ ഓരോ കാര്യങ്ങളല്ലേ നീയൊക്കെ ഇപ്പൊ ചെയ്യാൻ നോക്കുന്നത്. അത് ഞാനായിട്ട് തന്നെ ഇവിടെ നിർത്തി തരാം. ഞാൻ എന്റെ ജനറലിന് വേണ്ടി നിന്നെയൊക്കെ മുറിച്ച് കളയാൻ പോകുവാണ്. അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ഞാൻ കോഷുവിലെ അടുത്തതായിട്ട് ഭരിക്കാൻ നിന്ന റൂളറായിരുന്നു. ഞാൻ വളരെയധികം സ്ട്രോങ്ങർ ആയിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ. എന്റെ കൂടെ അങ്ങനെ ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയല്ലായിരുന്നു. എന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഒരേ ഒരാൾക്കായിരുന്നു, അത് ഗോസുവിലെ യങ് ലോഡിനായിരുന്നു. അവന്റെ പേര് റിയു എന്നാണ്. ഒരു ഫ്രണ്ട്ലി മാച്ച് എന്ന രീതിയിൽ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുമായിരുന്നു. കാരണം അടുത്ത ഷോഗൻ ആരാകുമെന്നായിരുന്നു ഞങ്ങളുടെ ഇടയിലെ മത്സരം. എന്നാൽ ഞങ്ങൾക്ക് 17 വയസ്സുള്ളപ്പോൾ ഒരു അപകടം ഉണ്ടായി. ഞങ്ങളുടെ 2 നാട്ടിലും ഒരു പ്ലേഗ് രൂപപ്പെട്ടു. അതായത് വീക്കുള്ള യുറക്കുള്ള എല്ലാവരും മരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ 2 നാടും അങ്ങനെ നശിക്കുന്നതിന്റെ വക്കിലെത്തി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ലെജൻഡറി ആയുള്ള മെഡിക്കൽ ഹെർബ് മാത്രമല്ലായിരുന്നു. അതിന്റെ പേര് സോൾ ക്യൂക്കനിങ് ഗ്രാസ് എന്നായിരുന്നു. എന്നാൽ അത് കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത് എക്സ്റ്റെൻഡ് ആയിട്ട് കുറെ വർഷങ്ങളായി. അതിപ്പോ എവിടെ ഉള്ളതെന്നോലും ആർക്കും അറിയാൻ മേല. അത് കണ്ടുപിടിക്കാൻ ഈ നാട്ടിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതിന്റെ പേര് ടെൻഗൻസു എന്നാണ്. അതായത് ഒരു അയ്യമാണ്. ഈ ലോകത്തിൽ തന്നെ എന്തും കാണാൻ സാധിക്കുന്ന ഒരു. ഈ നാട്ടിൽ നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഈ ഒരു ഐ അക്വയർ ചെയ്യാനുള്ള യൊറുക്കു ഉള്ളൂ. എന്നാൽ ഇത് നിങ്ങൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൊറുക്കു നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. എന്ത് യൊറുക്കു നഷ്ടപ്പെടുമെന്നോ? അതെങ്ങനെ സാധ്യമാകും? ഞാൻ സ്ട്രോങ്സ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ എന്റെ ഏറ്റവും വലിയ പേടി യൊറുക്കു നഷ്ടപ്പെടുന്നതല്ലേ. പെട്ടെന്ന് റിയു വേറെ ഒന്നും ചിന്തിക്കാതെ പറയുന്നുണ്ട്, ഓക്കെ അതൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ അത് എടുത്തോളാം. യുസുക, നിനക്കതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവൻ എന്തുവാണ് ഈ പറയുന്നത്? അവന്റെ യൂറോക്ക് മുഴുവൻ നഷ്ടപ്പെടും. എന്നിട്ട് ഇവൻ എന്തുവാണ് ചെയ്യുന്നത്? അവൻ ഒരിക്കലും ഈ നാടിന്റെ ഷോഗനാകാൻ സാധിക്കത്തില്ല. അത് അക്യൂർ ചെയ്ത് കഴിഞ്ഞ് ആ മരുന്ന് കണ്ടുപിടിച്ച് നാട്ടിലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ മാറി. പക്ഷെ എങ്കിലും എനിക്ക് അവനോട് ദേഷ്യമായിരുന്നു. കാരണം എന്റെ ഒരു റൈവലായിരുന്നു അവൻ അങ്ങനെ അത് വിട്ടുപോയി. പക്ഷെ റിയുവിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അവൻ പണ്ടത്തെ പോലെ തന്നെ എല്ലാവരും സഹായിച്ച് ഇങ്ങനെ നടന്നു. അവസാനം ഷോഗനെ തിരഞ്ഞെടുക്കേണ്ട ആ ഒരു ദിവസത്തിലേക്ക് വന്ന് റിയൂസാന്റെ പോപ്പുലാരിറ്റി അച്ചീവ്മെന്റ് ഒക്കെ ഭയങ്കരധികം മാഗ്നിഫിഷൻ ആണ്. പക്ഷെ പുള്ളിക്കാരന് യൂറോക്ക് ഇല്ലാത്തത് ഒരു പ്രശ്നം തന്നെയാണ്. യോസുഗയ്ക്ക് പുള്ളിക്കാരന്റെ യൂറോക്കൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരനാണ് ഇവിടെ ഏറ്റവും നല്ലതെന്ന് പറയുന്നിടത്ത് പെട്ടെന്ന് യോസുക കയറി പറയുന്നു, റിയു നീയാണ് ഇവിടുത്തെ ഷോഗൻ, ഞാനാണ് നിന്റെ റിയൂസൺ 7ലെ 7ാമത്തെ അംഗവും. അവിടുന്ന് 5ലേക്ക് തിരിച്ചു വരുവാണ്. ഇവൻ എങ്ങനെയാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്? ഞാൻ ചെയ്ത അറ്റാക്ക് കൊണ്ട് ഇവൻ താഴെ വീഴേണ്ടതാണല്ലോ. യോസുഗയുടെ പവർ അയണാണ്. പുള്ളിക്കാരന്റെ പവേഴ്സ് യൂസ് ചെയ്ത് പുള്ളിക്കാരൻ ഒരു അൺബ്രേക്കബിൾ ആയുള്ള രൂപം എടുത്തിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരന്റെ സെറ്റൻ യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു ഐസ് പാലഡിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. നീ പേടിക്കണ്ട, നമ്മുടെ മാച്ചപ്പ് ഭയങ്കരധികം വേഴ്സ് ആയിരുന്നു. കാരണം ഞാനാണ് ഇവിടുത്തെ ഏറ്റവും സ്ട്രോങ്. ഞാൻ എല്ലാം തന്നെ കണ്ടു. നിങ്ങളുടെ ഫീലിംഗ്സ്, നിങ്ങളുടെ
ഫൈറ്റ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാം തന്നെ. പക്ഷേ ഞാൻ ഇപ്പോഴും വാക്ക് പറയാണ്, നിങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഫൈറ്റ് ഡ്രാഗനെ നിങ്ങൾക്ക് മാത്രമേ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കേൾക്കാൻ നേരത്തെ തന്നെ റിയൂസൽ സെവലുള്ള എല്ലാവർക്കും അവരുടെ കോൺഫിഡൻസ് തിരിച്ചു കിട്ടും. അവർ വീണ്ടും അവിടുന്ന് ഉയർത്തെഴുന്നേക്കും. ആ പൊട്ടൻ ആസ്റ്റിനെ കാണാറും എനിക്ക് റിയോന് തന്നെയാണ് ഓർമ്മ വരുന്നത്. രണ്ടുപേരും എന്ത് സിമിലർ ആണെന്ന് നോക്കി. സോ അവരെല്ലാം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് റിയോ ഓടിക്ക് വന്നുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെയോട് അവസാനിക്കുന്നത്. നാളെ തന്നെ അടുത്ത വീഡിയോയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്ക്.